guys, it's me Jobin from MS Solutions. Any എന്തിന് വേറെ സൊല്യൂഷൻസ്. അപ്പടാ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ഏത് പരീക്ഷയായാലും SSLC ആയാലും +1 +2 ആയാലും 8 മുതൽ 9 വരെ ആയാലും എല്ലാ എക്സാമിനും നിരവധി ചോദ്യങ്ങളായി വരുന്ന അല്ലെങ്കിൽ എല്ലാ എക്സാമിനും ഉറപ്പായും ചോദ്യങ്ങളായി വരുന്ന കുറച്ച് കാര്യങ്ങളെ ഇന്നത്തെ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ എന്താണ് എന്നായിരിക്കും നിങ്ങളുടെ ചോദ്യം. അപ്പോൾ സ്ക്രീനിലേക്ക് നോക്കുക. നമ്മളെ അപ്പക്കുട്ടൻ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട്. അപ്പൊ എന്തായിരിക്കും അപ്പക്കുട്ടൻ ഇങ്ങനെ കരയാൻ കാരണം? ഈ അഞ്ച് കാര്യങ്ങളെ ഓർത്തുകൊണ്ട് തന്നെയാടാ ഈ അപ്പക്കുട്ടൻ വിദ്യാർത്ഥി കരയുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സാറേ ഇതൊക്കെ എന്താ സംഭവം? എടാ, നിങ്ങളുടെ എക്സാമിന് മലയാളം എക്സാമിൽ ഉറപ്പായും 8 മാർക്കിന്റെയോ 6 മാർക്കിന്റെയോ ചോദ്യങ്ങളായി വരുന്ന ഈ പ്രധാനപ്പെട്ടവ നിങ്ങൾ പഠിക്കാതെ പോകരുത്. ഇത് പഠിച്ചാൽ മാത്രം മതിയടാ നിങ്ങൾക്ക് ഉയർന്ന മാർക്കിലേക്ക് എത്താൻ. അപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഉപന്യാസം, മുഖപ്രസംഗം, പ്രഭാഷണം, കഥാപാത്ര നിരൂപണം, ആസ്വാദനക്കുറിപ്പ് നമ്മൾ പെട്ടെന്ന് തന്നെ കുറച്ചു സമയത്തിനുള്ളിൽ പഠിച്ചു തീർക്കും. അപ്പോൾ പോകുന്നു, ഈ കാര്യങ്ങളൊന്നും എഴുതാൻ അറിയില്ലേ? പേടിക്കണ്ട, പപ്പുച്ചേട്ടൻ പറഞ്ഞതുപോലെ ശരിയാക്കി തരാ. അപ്പൊ എന്താണ്? നമുക്ക് ആദ്യം നോക്കാം. എന്താണ് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്? വായിക്കാം. നാം വായിച്ച കൃതികളുടെ സ്വതന്ത്രാനുഭൂതിയാണ് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് സ്വതന്ത്രാനുഭൂതി എന്ന് പറഞ്ഞാൽ? സ്വതന്ത്ര അനുഭൂതി എന്ന് പറഞ്ഞാൽ നമ്മൊരു ബുക്ക് വായിച്ചു, ബാലരമ്യം കളിക്കുടിക്കുന്നല്ല, കുട്ടൂസന്റെ ആ ഒരു കഥ, ബാലരമയിലെ മായാവി അതൊന്നും അല്ലാട്ടാ. നിങ്ങളൊരു കഥ വായിച്ചു, അത് വായിച്ച ഉടനെ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന ചില കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങൾ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുന്നതിനെയാണ് അല്ലെങ്കിൽ ഒരു പേപ്പറിൽ എഴുതുന്നതിനെയാണ് എന്തു പറയുന്നത്? ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. ഒരു കഥ വായിച്ചാലോ, കവിത വായിച്ചാലോ, ലേഖനം വായിച്ചാലോ, നിരൂപണം വായിച്ചാലോ, ആ വായിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന, വിശദീകരിക്കുന്നതിനെ കുറിച്ചാണ് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. ആസ്വദിച്ച് വായിച്ചതിനെ ആസ്വദിച്ച് പേപ്പറിൽ എഴുതി വെക്കുക, അതിനെയാണ് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ എങ്ങനെ നമുക്ക് മനോഹരമായ ഒരു മികച്ച ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം? കുറച്ച് ഘട്ടങ്ങളുണ്ട് അല്ലെ. നമുക്ക് എപ്പോഴും SSLC-കാരാണെങ്കിൽ 6 മാർക്കിന് വരുന്ന ചോദ്യമാണ്, +1 +2-കാരാണെങ്കിൽ 8 മാർക്കിന് വരുന്ന ചോദ്യമാണ് ഏത്? ആസ്വാദനക്കുറിപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് മികച്ച രീതിയിൽ നല്ലൊരു ആസ്വാദനക്കുറിപ്പ് എഴുതണ്ടേ? ഒരുപാട് ഘട്ടങ്ങളുണ്ട്, അത് നോക്കാം. നല്ലൊരു ആസ്വാദനക്കുറിപ്പിന് ആദ്യം എന്തു വേണം? തലക്കെട്ട് വേണം. തലക്കെട്ടിലാണ് ആസ്വാദനക്കുറിപ്പിന്റെ ജീവൻ ഉള്ളത്. അതെന്തു വേണം കൊടുക്കാം. ഒരു പാഠം ഇപ്പൊ +1-ലാണെങ്കിൽ മുഹ്യുദ്ദീൻ മാലക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ അതിലെന്താ? സൂഫി വര്യന്റെ പാരമ്പര്യം. ഇഷ്ടപ്പെട്ട തലക്കെട്ടോടു കൂടി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാം. 10-ലാണെങ്കിൽ പ്ലാവിലക്കഞ്ഞിയുടെ ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ കർഷക ജീവിതം തലക്കെട്ട് കൊടുത്തൂടെ? അപ്പൊ തലക്കെട്ടിന് ഏതിൽ പ്രാധാന്യമുണ്ട്? ആസ്വാദനക്കുറിപ്പിന് പ്രാധാന്യമുണ്ട്. പിന്നെയോ ആമുഖം വേണം. ഫസ്റ്റ് പാരഗ്രാഫ് എന്ന് പറയുന്നത് ആമുഖമാണ്. അവിടെ എന്തൊക്കെ നമ്മൾ എഴുതി തീർക്കണം? കൃതിയുടെയും എഴുത്തുകാരുടെയും വിവരങ്ങളെ ആദ്യ ഭാഗത്ത് ഉൾക്കൊള്ളിക്കുക. നേരത്തെ പറഞ്ഞു, പ്ലാവിലക്കഞ്ഞിക്ക് ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞാൽ മലയാള സാഹിത്യത്തിലെ പ്രശസ്ത എഴുത്തുകാരനായ തകഴി ശിവശങ്കരപിള്ളയുടെ കൃതിയാണ് പ്ലാവിലക്കഞ്ഞി. കർഷകരുടെയും തൊഴിലാളികളുടെയും ജീവിതം ഇവിടെ അദ്ദേഹം എഴുതി വയ്ക്കുന്നു. ഒരു ഇൻട്രോ ആയില്ലടാ, ഒരു ആമുഖമായില്ലേ? അപ്പോൾ ആസ്വാദനക്കുറിപ്പിൽ ആമുഖത്തിന് പ്രാധാന്യമുണ്ട്. പിന്നെയോ ഗണ്ണിക തിരിച്ചെഴുതുക. പാരഗ്രാഫ് മിനിമം 4 പാരഗ്രാഫെങ്കിലും വേണം. ഓക്കെ, നിങ്ങൾ SSLC-കാരാണെങ്കിൽ ഒരു പുറത്തിൽ കവിയാതെ എന്നായിരിക്കും ചോദ്യം. ആസ്വാദനക്കുറിപ്പിന് 6 മാർക്ക്, അപ്പോൾ 4 പാരഗ്രാഫ് കൊടുക്കുക. +1 +2 ആണെങ്കിൽ 1.5 പുറത്തിൽ കവിയാതെ എന്നായിരിക്കും ആസ്വാദനക്കുറിപ്പ് വരിക 8 മാർക്കിന്. അപ്പോഴോ ഒരു 5 പാരഗ്രാഫ് ആക്കുക. അപ്പൊ പാരഗ്രാഫിന് ആസ്വാദനക്കുറിപ്പിൽ പ്രാധാന്യമുണ്ട് എന്ന് കാണാൻ സാധിക്കും. പിന്നീടോ ശരീരഘടന. ഈ 4 പാരഗ്രാഫും 5 പാരഗ്രാഫ് ആക്കുന്നില്ലേ? ആ ഓരോ പാരഗ്രാഫിലും എന്തൊക്കെ എഴുതണം എന്നാണ് ഈ ശരീരഘടന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പാരഗ്രാഫിൽ നമ്മൾ ആമുഖം എഴുതി വെച്ചു, എഴുത്തുകാരന്റെയും കൃതിയുടെ പേര് എഴുതി വെച്ചു. പിന്നീടോ കൃതിയുടെ ആശയം എഴുതുക. ഈ ശരീരഘടനയിൽ എന്താണോ നിങ്ങൾ വായിച്ച കൃതി, അതിന്റെ ആശയം അവിടെ എഴുതി വെക്കുക. പിന്നെ ആ കൃതിക്ക് സമകാലിക സമൂഹത്തിൽ പ്രസക്തി ഉണ്ടോ എന്ന് നോക്കുക. ഇന്നത്തെ സമൂഹത്തിൽ ആ ഒരു പുസ്തകം നിങ്ങൾ വായിച്ച ആ വായനക്ക്, ആ പുസ്തകത്തിന് വല്ല സമകാലികമായ ഇന്നത്തെ കാലത്തിൽ വല്ല വിഷയമുണ്ടോ, പ്രസക്തിയുമുണ്ടോ എന്ന് നോക്കുക. ഓക്കെ, പിന്നെയോ പ്രധാന വരികൾ.
നിങ്ങൾ വായിച്ച പുസ്തകത്തിലെ പ്രധാന വരികൾ, കവിതയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആ പ്രധാന വരികൾ ഒന്ന് കോട്ട് ചെയ്ത് വെക്കുക. പിന്നെ കഥയാണെങ്കിലോ അത് നിങ്ങൾക്ക് മനസ്സിലായ അല്ലെങ്കിൽ മനസ്സിലേക്ക് ആവാഹിക്കാൻ പറ്റിയ നല്ല വരികൾ എഴുതി വെക്കുക. ആ പ്രധാന വരികൾക്ക് ഇതിൽ പ്രാധാന്യമുണ്ട്, ആസ്വാദനക്കുറിപ്പിൽ പ്രാധാന്യമുണ്ട്. രചനാ സവിശേഷതകൾ, നിങ്ങൾ വായിച്ച പുസ്തകത്തിന് വല്ല പ്രത്യേകതയുമുണ്ടോ, വല്ല സന്ദേശമുണ്ടോ, നിരീക്ഷണമുണ്ടോ, നിഗമനങ്ങളുണ്ടോ, എന്താണ് നിങ്ങൾക്ക് ആ പുസ്തകത്തിന്റെ സവിശേഷതയായി മനസ്സിലായത്, അത് എഴുതി വെക്കുക. ഓക്കെ, നിങ്ങളുടെ നിരീക്ഷണത്തിന് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. അവസാനം എന്താണ്? ഉപസംഹാരം. നല്ലൊരു അവസാനം അതിനാവശ്യമാണ്. എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കാൻ നോക്കുകയല്ല വേണ്ടത്, മറിച്ച് എന്താണ്, നല്ലൊരു അവസാനം വേണം ഉപസംഹാരത്തിന്. അവസാനത്തെ പാരഗ്രാഫിൽ വീണ്ടും എഴുതുക, ഇന്ന ആളുടെ ഇന്ന കൃതിയിലെ പുസ്തകമാണ് അല്ലെങ്കിൽ ഇന്ന കൃതിയിലെ ഒരു വായനയാണ് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പൊ അതിലെന്താണ് പറയുന്നത്, ആ ഒരു വിഷയത്തിന്റെ പ്രസക്തിയെല്ലാം അവിടെ എഴുതി വെക്കുക. അപ്പോൾ എന്തൊക്കെ നോക്കണം? നല്ലൊരു ആസ്വാദന കുറിപ്പിന് തലക്കെട്ട് വേണം, ആമുഖം വേണം, ഗണ്ണിക തിരിച്ചെഴുതണം, പാരഗ്രാഫ് വേണം, ശരീരഘടന വേണം, ഉപസംഹാരം വേണം. ഈ 5 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ആസ്വാദന കുറിപ്പിന് മുഴുവൻ മാർക്കും നിങ്ങൾക്ക് നേടാൻ സാധിക്കും. സെറ്റല്ലടാ? ആസ്വാദന കുറിപ്പ് സെറ്റായില്ലേ? ഇനി അടുത്ത് നമുക്ക് നോക്കാം ഏതാണ് എന്ന്. എന്താണ് ഉപന്യാസം? മലയാളി ജംഗ ജഗ ജഗ എന്ന് നമ്മളെ ഹരിശ്രീ അശോകൻ പറയുന്നത് പോലെ നമുക്ക് വിദ്യാർത്ഥികളെ, കുട്ടികളെ, ഉപന്യാസം ഇതാ ജംഗ ജഗ ജഗ. സിമ്പിളായിട്ട് ഉപന്യാസം പഠിച്ചു പോവാടാ. ഉറപ്പായും നിങ്ങളുടെ പരീക്ഷയ്ക്ക് SSLC ആയിക്കോട്ടെ, +1 +2 ആയിക്കോട്ടെ, 8 മുതൽ 9 വരെയുള്ള കുട്ടികൾക്കായിക്കോട്ടെ, ഉപന്യാസം എന്നത് നിങ്ങളുടെ മലയാളം പരീക്ഷയിൽ ഒഴിച്ചുകൂടാനാവാത്ത essay ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? ഉപന്യാസം എങ്ങനെയാണ് എഴുതുക എന്നതിന്റെ നോക്കാം. എന്താണ് ഉപന്യാസം? ഒരു വിഷയത്തെക്കുറിച്ച് ഗഹനമായ ആശയങ്ങളാൽ ശാസ്ത്രീയമായി അപഗ്രഥനം നടത്തി എഴുതുന്നതിനെ ഉപന്യാസം എന്ന് പറയുന്നു. നല്ല ഭാഷയ്ക്കും ചിന്തകൾക്കും ആഖ്യാന രീതികൾക്കും ഉപന്യാസത്തിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പൊ എന്താണ് ഗഹനമായ ആശയങ്ങളാൽ? ഒരു വിഷയം നിങ്ങൾക്ക് തന്നാൽ എന്ത് വിഷയമായിക്കോട്ടെ, നമുക്ക് എന്തൊക്കെ വിഷയം എടുക്കാം. കർഷകൻ നേരിടുന്ന വെല്ലുവിളി, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത്, പാരിസ്ഥിതികപരമായ എന്താണ് ചൂഷണങ്ങൾ, പിന്നെന്താണ് വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, വാർദ്ധക്യത്തിൽ വരെ വൃദ്ധസദനത്തിലാക്കുന്നത്. ഇതൊക്കെ ഇന്നത്തെ കാലത്തെ സമകാലിക പ്രശ്നങ്ങളാണ്. ആഗോളവൽക്കരണം, ഈ ചൂട്, കാലാവസ്ഥ വ്യതിയാനം ഒക്കെ സമകാലിക പ്രശ്നങ്ങളാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു വിഷയം കിട്ടിയാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഒരു 4ഓ 5ഓ പാരാഗ്രാഫിൽ ഒരു പുറമോ 1.5 പുറത്തോ കവിയാതെ നിങ്ങൾക്ക് ഉപന്യാസം എഴുതാൻ സാധിക്കണം. നിങ്ങളുടെ നല്ല ഭാഷയ്ക്കും ചിന്തകൾക്കും ഏതിൽ പ്രാധാന്യമുണ്ട്? ഉപന്യാസത്തിന് പ്രാധാന്യമുണ്ട്. അപ്പോൾ ആസ്വാദന കുറിപ്പ് എന്നതുപോലെ തന്നെ ഉപന്യാസത്തിലും എന്തുണ്ട്? ഘട്ടം ഘട്ടമായ ഓരോ മാതൃകകളുണ്ട് എന്ന് കാണാൻ സാധിക്കും. നോക്കാം എന്തൊക്കെയാണ് നല്ലൊരു ഉപന്യാസം തയ്യാറാക്കാനുള്ള മാതൃകകൾ, ഘട്ടങ്ങൾ എന്ന് നോക്കാം. തലക്കെട്ട് വേണം. നേരത്തെ പറഞ്ഞു നല്ലൊരു തലക്കെട്ട് എവിടെ കൊടുക്കണം? ഉപന്യാസം തലക്കെട്ട് ആവശ്യമാണെന്ന് നേരത്തെ പറഞ്ഞു. പിന്നെ ആമുഖം, ആസ്വാദന കുറിപ്പിനുള്ളത് പോലെ തന്നെ ഒരു ആമുഖം എവിടെയും വേണം, ഉപന്യാസത്തിൽ വേണം. ഗണ്ണിക തിരിച്ചെഴുതണം, പാരഗ്രാഫ് എഴുതണം അല്ലെ. ഒരു പുറത്തിൽ കവ്യാതെ എന്ന് പറഞ്ഞാൽ 4 പാരഗ്രാഫും 1.5 പുറത്തിൽ കവ്യാതെ എന്ന് പറഞ്ഞാൽ 5 പാരഗ്രാഫും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. പിന്നെ ശരീരഘടനയുണ്ട്. ഏതൊക്കെയാണ്? വിഷയത്തിന്റെ സാമൂഹിക സമകാലിക പ്രസക്തി. നിങ്ങൾക്ക് ഏത് വിഷയമാണോ ഉപന്യാസത്തിൽ ചോദിച്ചത് അതിന്റെ സാമൂഹിക പ്രസക്തി അല്ലെ. സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളിയാണെങ്കിൽ അതെ, ഇന്ന് സ്ത്രീകൾ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നുണ്ട് അല്ലെ. തൊഴിലിടത്തിൽ, വിദ്യാഭ്യാസ കേന്ദ്രത്തിലെല്ലാം സ്ത്രീകൾ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സ്ത്രീകൾ സുരക്ഷിതരല്ല. സമകാലിക പ്രശ്നമല്ലേ? ആഗോളവൽക്കരണം, വ്യാവസായികവൽക്കരണം, കർഷകർ നേരിടുന്ന വെല്ലുവിളികൾ, വിദ്യാർത്ഥികൾ നേരിടുന്ന വെല്ലുവിളികൾ, ഇതൊക്കെ എന്താണ്? വയോജനങ്ങൾ നേരിടുന്ന വെല്ലുവിളികൾ, ഇതൊക്കെ സമകാലിക പ്രശ്നങ്ങളാണ്. ഇവയൊക്കെ നിങ്ങൾ എവിടെ അടയാളപ്പെടുത്തണം? നിങ്ങളുടെ ചോദ്യത്തിൽ വന്നാൽ സമകാലിക വിഷയത്തിന്റെ പ്രസക്തിയിൽ അടയാളപ്പെടുത്തണം. പിന്നെ മഹത് വചനങ്ങൾ, വലിയ വലിയ ആൾക്കാരുടെ വരികൾ എഴുതണം. സന്ദേശങ്ങൾ, നിങ്ങൾക്ക് മനസ്സിലായ കാര്യം സന്ദേശമാണെങ്കിൽ അത് എവിടെ ഉൾപ്പെടുത്തണം? ഉപന്യാസത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കണം. കവിതയുടെയോ കഥയുടെയോ വരികൾ, നിങ്ങൾ മുമ്പ് വായിച്ച ഏതെങ്കിലും കഥയുടെയോ കവിതയിലോ വരികൾ ഓർമ്മയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തന്ന വിഷയത്തിൽ ആ ഒരു വരി മേച്ചാവുന്നുണ്ടെങ്കിൽ, യോജിക്കുന്നുണ്ടെങ്കിൽ അത് ഉപന്യാസത്തിൽ ജസ്റ്റ് എഴുതി വെച്ചാൽ മാർക്ക് പുഷ്പം പോലെ വീടുടാ. പുഷ്പനല്ലടാ, എന്താണ്? ഫയറടാ. പുഷ്പ ഫ്ലവർ അല്ല, ഫയർ എന്ന് പറയുന്നത് പോലെ ഫയർ ആയിട്ട് ഉപന്യാസം എഴുതിയാൽ കിടക്കുമടാ നിങ്ങളുടെ കയ്യിൽ 6ഓ 8ഓ മാർക്ക്. വെറുതെ കിട്ടിയില്ലേ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി വെക്കുക. അവസാനം ഉപസംഹാരം വേണം അല്ലെ. ഒരു അവസാനം നിങ്ങൾക്ക് വേണം. ഉപന്യാസത്തിന്റെ അവസാനത്തെ പാരഗ്രാഫിനെയാണ് ഉപസംഹാരം എന്ന് പറയുന്നത്. അവിടെ നിഗമനങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കണം. നിങ്ങൾക്ക് എന്താണോ ആ പാഠഭാഗത്തെ കുറിച്ച് പറയാനുള്ളത് അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ ധാരണകൾ
നിഗമനങ്ങൾ, പിന്നെ അഭിപ്രായങ്ങൾ, നിരീക്ഷണങ്ങൾ എന്നിവ വേണം ഉപന്യാസത്തിൽ നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ സാധിക്കേണ്ടത്. അപ്പോൾ ഈ 5 കാര്യങ്ങളും നിങ്ങൾ ശ്രദ്ധിക്കണം. തലക്കെട്ട്, ആമുഖം, ഖണ്ഡിക തിരിച്ചെഴുതുക, ശരീരഘടന, ഉപസംഹാരം, ആസ്വാദന കുറിപ്പ് എന്ന പോലെ തന്നെ ഉപന്യാസത്തിലും ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട് എന്ന് കാണാൻ സാധിക്കും. അടുത്തതായി നമ്മൾ പോകുന്നു, എന്താണ് മുഖപ്രസംഗം? മുഖപ്രസംഗം എന്താണ്? നല്ലൊരു മുഖമുണ്ടല്ലോ നമ്മളെ അൽ കമലാസനൻ അല്ലെ, നല്ലൊരു മുഖമുണ്ട്. പക്ഷെ അതാണ് മുഖപ്രസംഗം എന്ന് പറയുന്നത്? അല്ല, പത്രാധിപ കുറിപ്പ്, എഡിറ്റോറിയൽ എന്നറിയപ്പെടുന്നതിനാണ് മുഖപ്രസംഗം എന്ന് പറയുന്നത്. നമ്മുടെ ചുറ്റുപാടുമുള്ള സമകാലിക പ്രശ്നങ്ങളെ ആസ്പദമാക്കി ലേഖന രൂപത്തിൽ എഴുതുന്നതിനാണ് മുഖപ്രസംഗം എന്ന് പറയുന്നത്. ഇപ്പൊ പത്രത്തില് നമ്മുടെ പത്രാധിപർ, പത്രത്തിന്റെ ചീഫ് എഡിറ്റർ എന്ന് പറയുന്ന വ്യക്തി എന്തെഴുതുകയാണ്? സമകാലിക പ്രശ്നങ്ങളെ കുറിച്ച്, ഇന്നത്തെ കാലത്തിലെ പ്രധാന പ്രശ്നങ്ങളെ വിഷയമായി പത്രത്തിന്റെ ഒരു കോളത്തിൽ ഒരു ചതുരപ്പെട്ടിയുടെ ആകൃതിയിൽ അല്ലെ, ഈ ഒരു ആകൃതിയിൽ ഉണ്ടാവും പത്രത്തിന്റെ ഒരു പേജിൽ, ഈ ഒരു മെയിൻ പേജിൽ അതിൽ എഴുതുന്നതിനെയാണ് എന്തു പറയുന്നത്? മുഖപ്രസംഗം. അതിലെ സമൂഹത്തിലെ പ്രധാന പ്രശ്നങ്ങളെ കുറിച്ചായിരിക്കും ആ പത്രത്തിലെ ചീഫ് എഡിറ്റർ, പത്രാധിപർ എഴുതുന്നത്. അതിനെയാണ് മുഖപ്രസംഗം എന്ന് പറയുക, അഥവാ പത്രാധിപ കുറിപ്പ്, എഡിറ്റോറിയൽ. ഇവ 3 ഒന്നാണ് കേട്ടോ. ചിലപ്പോൾ എക്സാമിന് മുഖപ്രസംഗം എഴുതാനോ പത്രാധിപ കുറിപ്പ് എഴുതാനോ എഡിറ്റോറിയൽ എഴുതാനോ ചോദ്യം ഉണ്ടാകും. അപ്പോൾ കൺഫ്യൂഷൻ ആകരുത്, ഇത് 3ഉം ഒന്ന് തന്നെയാണ്. ഇതാ കേട്ടോ നമ്മുടെ ഒരു എഡിറ്റോറിയലിന്റെ, മുഖപ്രസംഗത്തിന്റെ, പത്രാധിപ കുറിപ്പിന്റെ ഒരു മാതൃക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം നല്ലൊരു എഡിറ്റോറിയൽ തയ്യാറാക്കാൻ, മുഖപ്രസംഗം തയ്യാറാക്കാൻ? ഘട്ടങ്ങൾ ബോക്സിലായി അവതരിപ്പിക്കണം അല്ലെ. ഒരു ബോക്സിൽ വേണം നിങ്ങൾ ഇത് ചെയ്യാൻ, ഒരു മുഖപ്രസംഗം എഴുതാൻ. ബോക്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു പേപ്പർ, ഇത് അല്ലെ, നിങ്ങളൊരു പേപ്പർ, പരീക്ഷ ഷീറ്റ്, അതിൽ ആദ്യം തന്നെ ഒരു ബോക്സ് വരക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ എഴുതി വെക്കുക, തലക്കെട്ട് കൊടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഓരോ കാര്യം പാരഗ്രാഫ് ആയിട്ട് എഴുതുക. എന്നിട്ട് എന്ത് വേണം? ആ ഒരു ബോക്സ് എഴുതി കഴിഞ്ഞാൽ ഒരു ബോക്സ് ഇങ്ങനെ വരച്ചു കൊടുത്തോളുക. അതാണ് മുഖപ്രസംഗം എഴുതാനുള്ള മാതൃക എന്ന് പറയുന്നത്. നോക്കാം, ആദ്യം ഒരു ബോക്സ് നാം തയ്യാറാക്കിയിട്ട് എഴുതണം. ഓക്കെ, പിന്നെ തലക്കെട്ട് കൊടുക്കണം. നിങ്ങൾക്ക് തന്ന വിഷയം, എഴുതാൻ തന്ന വിഷയം ഏതുമായിക്കോട്ടെ, അതിന് നിങ്ങളുടേതായ തലക്കെട്ട് കൊടുക്കുക. പിന്നെ ആമുഖം ഉണ്ടാകണം. ആദ്യത്തെ പാരഗ്രാഫിൽ എന്ത് വേണം? ആമുഖം എഴുതാൻ സാധിക്കണം. ഓക്കെ, പിന്നെയോ സമകാലിക പ്രശ്നങ്ങളെ വിഷയമായി അവതരിപ്പിക്കണം. നിങ്ങൾക്ക് ഏത് വിഷയത്തെ കുറിച്ചാണോ നിങ്ങൾക്ക് എഴുതാൻ ചോദ്യം വന്നത് അതിനെക്കുറിച്ച് ഗഹനമായി 2ാമത്തെ 3ാമത്തെ പാരഗ്രാഫിൽ നിങ്ങൾ എഴുതിക്കൊള്ളുക. ഓക്കെ, പ്രശ്നങ്ങൾക്ക് പരിഹാരം എവിടെ കൊടുക്കാൻ സാധിക്കണം? 4ാമത്തെ പാരഗ്രാഫിൽ ആ വിഷയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, പരിഹാരങ്ങൾ, നിർദ്ദേശങ്ങൾ, നിഗമനങ്ങൾ എല്ലാം നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കണം. ഓക്കെ, അവസാനം 6ാമത്തെ പാരഗ്രാഫിൽ, 5ാമത്തെ പാരഗ്രാഫിൽ ഉപസംഹാരം. ഒരു ഉപസംഹാരം വേണം, പെട്ടെന്ന് നിർത്തരുത്, മറിച്ച് നല്ല ഭാഷയിൽ. എന്താ ഉദാഹരണത്തിന് പറയാം ഉപസംഹാരം? സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഒരു എഡിറ്റോറിയൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉപസംഹാരത്തിൽ എഴുതാൻ പറ്റും. സ്ത്രീകൾ ഇന്ന് സുരക്ഷിതരല്ല, അതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്റെയും ജനങ്ങളുടെയും ഭാഗത്തു നിന്നും സ്ത്രീകളെ സുരക്ഷിതരാക്കേണ്ട മാർഗനിർദ്ദേശങ്ങൾ നമുക്ക് കൊടുക്കാൻ സാധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നല്ലൊരു വാക്കിൽ, നല്ലൊരു ഭാഷയിൽ വേണമെടാ, നല്ല ഉപസംഹാരത്തോടു കൂടി നിങ്ങൾ എന്ത് അവസാനിപ്പിക്കാൻ? നിങ്ങളുടെ മുഖപ്രസംഗം അവസാനിപ്പിക്കാൻ. അപ്പൊ എന്തൊക്കെ ശ്രദ്ധിക്കണം മുഖപ്രസംഗം ചെയ്യുമ്പോൾ? ഒന്ന് ബോക്സിലായി അവതരിപ്പിക്കണം, തലക്കെട്ട് വേണം, ആമുഖം വേണം, സമകാലിക പ്രശ്നങ്ങളെ അവതരിപ്പിക്കണം, പ്രശ്നങ്ങൾക്ക് നിങ്ങൾ പരിഹാരവും കണ്ടെത്തിയിരിക്കണം, പിന്നെയോ നല്ലൊരു ഉപസംഹാരം വേണം. ഇവ ശ്രദ്ധിച്ചാൽ എന്തായി? നമുക്ക് നല്ലൊരു ഉപസംഹാരമുള്ള നല്ലൊരു എഡിറ്റോറിയൽ കിട്ടിയെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമുക്ക് പോകാം. എന്താണ് പ്രഭാഷണം എന്ന്? നിങ്ങൾ പ്രഭാഷണം എന്താണെന്ന് അറിയില്ലേ? നമ്മൾ നരേന്ദ്രമോദി പ്രസംഗത്തിൽ പറയുന്നത് കേട്ടില്ലേ? എന്ന് തുടങ്ങൂലേ? അതൊരു പ്രഭാഷണമാണ്. അപ്പോൾ ഒരു വിഷയത്തെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതാണ് പ്രഭാഷണം എന്ന് പറയുന്നത്. ഒരു കാര്യത്തെ കുറിച്ച് ആധികാരികമായി സംസാരിക്കുന്നതിനെ പ്രഭാഷണം എന്ന് പറയുന്നു. ഒരു വിഷയം ഗഹനമായി നല്ല ഭാഷയിൽ ആൾക്കാരോട് സംസാരിക്കുന്നതിനെയാണ് പ്രഭാഷണം എന്ന് പറയുക. നിങ്ങളുടെ പരീക്ഷയ്ക്ക് 6 മാർക്കിന് വരുന്ന ചോദ്യമാണ്, മറക്കരുത്. നോക്കാം എങ്ങനെയാണ് നല്ലൊരു പ്രഭാഷണം തയ്യാറാക്കേണ്ടത്. ഘട്ടങ്ങളുണ്ട്. ഏതാണ്? നല്ലൊരു അഭിസംബോധന വേണം, തുടക്കം വേണം. ഏതൊക്കെ തുടക്കം? മാന്യ സദസ്സിന് വന്ദനം, അതൊരു തുടക്കമാണ്. പിന്നെയോ നമസ്കാരം. ആ ഒരു തുടക്കം ഏതിൽ ആവശ്യമാണ്? പ്രഭാഷണത്തിൽ ആവശ്യമാണ് എന്ന് കാണാൻ സാധിക്കും. ഏതൊക്കെയാണ് തുടക്കം? ഒന്ന് മാന്യ സദസ്സിന് വന്ദനം, പിന്നെ നമസ്കാരം. ഇതാണ് തുടക്കം, ഒരു അഭിസംബോധന എന്ന് പറയുന്നത്. പിന്നെയോ വിഷയാവതരണം. ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ്, അല്ലെങ്കിൽ കർഷകൻ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ചാണ്. അതാണ് എന്ത് പറയുന്നത്? വിഷയാവതരണം, വിഷയത്തെ അവതരിപ്പിക്കുക. പിന്നെ ശരീരഘടന. ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് പറയാനുള്ളത് അതൊരു 3-4 പാരഗ്രാഫിൽ എഴുതി വെക്കുക. എന്തൊക്കെയായിരിക്കും നോക്കാം. സമകാലിക വിഷയത്തെ അവതരിപ്പിക്കണം.
എന്തായാലും ഒരു പ്രാധാന്യമില്ലാത്ത, സമൂഹത്തിന് ഒരു പ്രാധാന്യമില്ലാത്ത വിഷയം നിങ്ങൾക്ക് പ്രഭാഷണത്തിന് തരില്ല. സമൂഹത്തിനെ തെറ്റായി നയിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം, അഴിമതിയോ അല്ലെങ്കിൽ എന്താണ് പ്രകൃതി ചൂഷണമോ, എന്തെങ്കിലും ഒരു വിഷയമായിരിക്കും. അപ്പൊ അതിനെക്കുറിച്ച് സമകാലിക വിഷയത്തെ അവതരിപ്പിക്കണം. ഇന്നത്തെ കാലത്ത് നമ്മൾ എന്താണോ നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ അത് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ സാധിക്കണം. പിന്നെയോ നല്ല ഭാഷ വേണം, നല്ല ലാംഗ്വേജ്, നല്ല ഭാഷയിൽ വേണം നിങ്ങൾ എഴുതാൻ പ്രഭാഷണം തയ്യാറാക്കാൻ. പിന്നെയോ മഹത് വചനങ്ങൾ ഉൾക്കൊള്ളിക്കണം. നിങ്ങൾ മുമ്പേ കേട്ട വ്യക്തികളുടെ, മഹാത്മാഗാന്ധിയോ ശ്രീനാരായണ ഗുരുവോ അംബേദ്കറോ APJ അബ്ദുൽ കലാമോ ആരായാലും അവരുടെ നല്ല നല്ല കോട്ടുകൾ, കവിയോ കവിയത്രിയോ എഴുത്തുകാരോ ആരുമായിക്കോട്ടെ, അവരുടെ നല്ല വചനങ്ങൾ നിങ്ങൾ അവിടെ പാകമാകുമെങ്കിൽ എഴുതി വെച്ചാൽ നല്ല മാർക്ക് കിട്ടും. പിന്നെയോ പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ചർച്ച ചെയ്യണം. നിങ്ങൾക്കൊരു വിഷയം തന്നാൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ ഒരു പ്രശ്നമാണെങ്കിൽ അതിനെ പരിഹരിക്കാൻ ഉതകുന്ന തരത്തിൽ നിങ്ങൾ എന്തെങ്കിലും അവിടെ എഴുതി വയ്ക്കണം. ഓക്കെ, ആ വിഷയത്തെക്കുറിച്ച് നല്ലൊരു വാക്കിൽ, നല്ലൊരു ഭാഷയിൽ നിങ്ങൾ അവിടെ എഴുതി വയ്ക്കണം. അവസാനം ഉപസംഹാരം വേണം. പറഞ്ഞ് അവസാനിപ്പിക്കണ്ടേ? എങ്ങനെ അവസാനിപ്പിക്കുക? അതുകൊണ്ട് തന്നെ ഞാൻ ഇത്രമാത്രം കാര്യങ്ങളാണ് പറയുന്നത്. സ്ത്രീകൾ നേരിടുന്ന വെല്ലുവിളികളോ കർഷകർ നേരിടുന്ന വെല്ലുവിളികളോ ഞാനിവിടെ സംസാരിച്ചു. അതിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് ഈ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട്, ഏത് ഉപസംഹാരത്തിൽ നന്ദി നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് വേണം അവസാനിപ്പിക്കാൻ. നമസ്കാരം എന്ന് പറഞ്ഞു വേണം അവസാനിപ്പിക്കാൻ. ഓക്കെ ലടാ, സെറ്റല്ലേ? ഇപ്പൊ പ്രഭാഷണവും പഠിച്ചില്ലേ? ഇനി നമുക്ക് അവസാനമായി ഏതാണ് നോക്കുക. എന്താണ് കഥാപാത്ര നിരൂപണം? ഈ യക്ഷിനെ കണ്ടോ? ഇത് കോമൺ ആണല്ലേ. പകൽപൂരം എന്ന് പറയുന്ന സിനിമയിലെ നമ്മുടെ പ്രശസ്ത സംവിധായിക ഗീതു മോഹൻദാസ് ആണ് നല്ല അഭിനയം അതിൽ കാഴ്ചവെച്ചു. ഓക്കെ, ഇപ്പൊ ഞാൻ വെറുതെ ഒരു ഫോട്ടോ കൊടുത്താട്ടോ. കഥാപാത്ര നിരൂപണമല്ലേ, ഇതൊരു കഥാപാത്രമല്ലേ. ഇപ്പൊ എന്തൊക്കെ സവിശേഷത നമുക്ക് ഉണ്ടാകും. അപ്പോൾ എന്താണ് കഥാപാത്രം എന്ന് പറയുന്നത്? എന്താണ് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്? ഒരു കഥാപാത്രത്തിന്റെ സ്വഭാവ സവിശേഷതകളും പ്രത്യേകതകളും വിവരിച്ച് എഴുതുന്നതാണ് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഒരു കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ, സ്വഭാവ സവിശേഷതകൾ അതൊക്കെ നിരൂപിച്ചെഴുതുന്നതിനെയാണ്, വിവരിച്ചെഴുതുന്നതിനെയാണ് ഏതെന്ന് പറയുന്നത് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ പാഠപുസ്തകത്തിൽ ഒരുപാട് കഥകളും കവിതകളും ഉണ്ട്, അതിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിൻ്റെയൊക്കെ സവിശേഷതകൾ എഴുതാൻ ചോദിച്ചാൽ നിങ്ങൾ ഈ ഒരു ഫോർമാറ്റിൽ വേണം എഴുതാൻ. ഏതൊക്കെയാണ് നല്ലൊരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കേണ്ട മാതൃക എന്ന് പറയുന്നത്? ഘട്ടങ്ങൾ എന്ന് പറയുന്നത് തലക്കെട്ട് വേണം, അല്ലേ? നല്ലൊരു തലക്കെട്ട് ഇതിൽ വേണം കഥാപാത്ര നിരൂപണം തയ്യാറാക്കാൻ. പക്ഷേ ആ തലക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങളോട് ചോദ്യത്തിൽ ചോദിച്ച ആ കഥാപാത്രത്തിന്റെ പേരായിരിക്കണം. ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? +1 ലാത്തിയും വെടിയുണ്ട് എന്ന് പറഞ്ഞൊരു പാഠഭാഗമുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കഥാപാത്രമാണ് ആര്? തങ്കം നായർ എന്ന് പറയുന്നത്. തങ്കം നായർ. അപ്പൊ അവരെ കുറിച്ചാണ് കഥാപാത്ര നിരൂപണം ചോദിച്ചാൽ തങ്കം നായർ എന്ന് എഴുതിയിട്ട് വേണം അവരുടെ സ്വഭാവ സവിശേഷത എഴുതാൻ. അപ്പോൾ ആരെ കുറിച്ചാണോ നിങ്ങളുടെ കഥാപാത്ര നിരൂപണം ചോദിക്കുന്നത് അവരുടെ പേര് ആദ്യം എഴുതി വെക്കുക. പിന്നെയോ എഴുത്തുകാരുടെ പേരും അവരുടെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്ന് എഴുതുക. ആ കൃതി ഏതാണ്, അതിലെ ഏത് കഥാപാത്രമാണ് എന്ന് എഴുതുക. പിന്നീടുള്ള പാരഗ്രാഫിൽ കഥാപാത്രത്തിന്റെ ഭാഷ, സ്വഭാവം, വേഷം, രൂപം എന്നിവ എഴുതുക. ആ കഥാപാത്രത്തിന്റെ പ്രത്യേകതകൾ, സ്വഭാവം, വേഷവിധാനം, ആ ഒരു രീതി എല്ലാം തന്നെ എഴുതി വെക്കണം. അടുത്ത പാരഗ്രാഫിൽ എഴുതി വെക്കണം, 3-ാമത്തെ പാരഗ്രാഫിൽ. പിന്നെയോ നല്ല കഥാപാത്രമാണോ മോശം കഥാപാത്രമാണോ എന്ന് നിരൂപിക്കുക. ആ കഥാപാത്രം നല്ലതാണോ, സ്വഭാവം നല്ലതാണോ മോശമാണോ എന്നാണെങ്കിൽ അതും കൂടി നിങ്ങൾ എഴുതി വെക്കുക, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ. പിന്നെ എന്താണ്? കഥാപാത്രത്തെ കുറിച്ച് നമ്മുടെ നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും വ്യക്തമാക്കുക. ആ കഥാപാത്രത്തെ കുറിച്ച് നിരീക്ഷണങ്ങൾ, അഭിപ്രായങ്ങൾ വ്യക്തമാക്കാൻ സാധിക്കണം. ഓക്കെ, എന്താണ് നിങ്ങൾക്ക് ആ കഥ വായിച്ചപ്പോൾ ആ കഥാപാത്രത്തെ കുറിച്ച് തോന്നിയത്? അത് നിങ്ങളുടെ നിരീക്ഷണമാണ്. അത് അവിടെ വ്യക്തമായി കഥാപാത്ര നിരൂപണത്തിൽ സൂചിപ്പിക്കുക. കഥാപാത്രത്തിന്റെ സമകാലിക പ്രസക്തി, കഥാപാത്രം തരുന്ന സന്ദേശങ്ങൾ എന്നിവയുണ്ടെങ്കിൽ അതും വ്യക്തമാക്കുക. അപ്പോൾ കഥാപാത്രത്തിന്റെ എന്താണ് സമകാലിക പ്രസക്തി? ആ കഥാപാത്രം സമൂഹത്തിന് ഉതകുന്ന നല്ല സ്വഭാവമുള്ള കഥാപാത്രമാണോ എങ്കിൽ അത് എഴുതുക. അങ്ങനെ കഥാപാത്രത്തിന്റെ ഒരു വിശദ വിവരം തന്നെയാണ് കഥാപാത്ര നിരൂപണം എന്ന് പറയുന്നത്. അപ്പോൾ തലക്കെട്ട്, എഴുത്തുകാരുടെ പേരും അവരുടെ ഏത് കൃതിയിലെ കഥാപാത്രമാണ് എന്ന് എഴുതുക. പിന്നെന്താണ് കഥാപാത്രത്തിന്റെ ഭാഷ, സ്വഭാവം, വേഷം, രൂപം എന്നിവയുണ്ടെങ്കിൽ അതും വിവരിക്കുക. പിന്നെന്താണ് കഥാപാത്രം നല്ലതാണോ മോശമാണോ നിങ്ങളുടെ അഭിപ്രായം അവിടെ എഴുതി വെക്കുക. പിന്നെ കഥാപാത്രങ്ങൾ മനസ്സിലായപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ, സമകാലിക പ്രസക്തിയിൽ ആ കഥാപാത്രം പ്രസക്തമാണോ എന്നിവയെല്ലാം ഉൾപ്പെടുത്തി മനോഹരമായ ഒരു കഥാപാത്രം നിർമ്മിച്ചാൽ നിങ്ങൾക്ക് എന്ത്
കിട്ടും? 6 മാർക്ക് കിട്ടും. SSLC ആണെങ്കിൽ 6, +2 ആണെങ്കിൽ 8 മാർക്ക് കിട്ടും. ഓക്കെ അല്ലടാ? സെറ്റ് അല്ലേ? നമ്മൾ ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്തു പഠിച്ചു? കഥാപാത്ര നിരൂപണം, ആസ്വാദനക്കുറിപ്പ്, ഉപന്യാസം, മുഖപ്രസംഗം, പ്രഭാഷണം. നിങ്ങളുടെ SSLC പരീക്ഷ ആയിക്കോട്ടെ, +1 +2 പരീക്ഷ ആയിക്കോട്ടെ, ഏത് മലയാളം പരീക്ഷയായാലും ഇവയൊന്നും ചോദിക്കാതെ ഒരു മലയാളം പരീക്ഷയും കടന്നു പോകില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായും എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ മലയാളം പരീക്ഷ എന്ന കടമ്പ നിങ്ങൾക്ക് അതിസുന്ദരമായി കടക്കുകയും ഉയർന്ന മാർക്കോടുകൂടി അത് പാസ്സാവാൻ സാധിക്കുകയും ചെയ്യും. വിശ്വസിച്ച് പഠിക്കുക, ആത്മാർത്ഥതയോടെ പഠിക്കുക, ജീവിതത്തിൽ ഉന്നത വിജയം നേടുക, സത്യസന്ധരായിരിക്കുക. പിന്നത്തെ ക്ലാസ്സിൽ ഇവയൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, അപ്പൊ ഇറ്റ്സ് മീ ജോബിൻ ഫ്രം MS സൊല്യൂഷൻസ്. ഇനി എന്തിന് വേറെ സൊല്യൂഷൻസ്. താങ്ക് യു.